വെൽക്കം ടു ന്യൂസ് പേപ്പർ ക്ലാസ്സസ്. ന്യൂസ് പേപ്പർ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ന്യൂസ് പേപ്പർ വായിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ഡേ ടു ഡേ ബേസിസ് നോക്കി വെക്കണം, പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂലും മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണ് നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കേണ്ടത്, എങ്ങനെയാണ് അതിൽ നിന്ന് പോയിന്റ്സ് പിക്ക് ചെയ്യേണ്ടത്, ഈ ഒരു കാര്യമാണ്. അപ്പം ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡേ ടു ഡേ എക്സസൈസ് ആണ്. അപ്പം നിങ്ങളുടെ സൈഡിൽ നിന്നും നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യണം. തുടക്കത്തിലൊക്കെ നമുക്ക് ചെറിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഡേ ടു ഡേ ബേസിസിൽ ഈ ഒരു എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 2 to 3 months നിങ്ങൾ എക്സ്ട്രീംലി കേപ്പബിൾ ആയിട്ട് മാറും. അതായത് സ്വന്തമായിട്ട് ന്യൂസ് പേപ്പർ വായിക്കാനും ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിക്കിൾസ് മാത്രം പിക്ക് ചെയ്യാനും ഓരോ ആർട്ടിക്കിളെയും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ റിലവൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ടേംസും പിക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു റെഗുലർ പ്രാക്ടീസിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഇപ്പം സിസാറ്റിനൊക്കെ ആണെങ്കിലും പലപ്പോഴും പാരഗ്രാഫ്സ് നിന്നുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് കോംപ്രിഹെൻഷന്റെ സമയങ്ങളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ വേർഡ്സും കാര്യങ്ങളൊക്കെ ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യും. അത്തരത്തിലുള്ള നിങ്ങളുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കോംപ്രിഹെൻഷൻ കപ്പാസിറ്റി എൻഹാൻസ് ചെയ്യാനും ഈ പറയുന്ന ഒരു റെഗുലർ പ്രാക്ടീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തുടക്കത്തിലൊക്കെ സ്ഥിരമായിട്ട് ഈ ക്ലാസ്സുകൾ കാണുക, പിന്നീട് സ്വന്തമായിട്ട് ഇത്തരത്തിൽ ബ്രീഫ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. ഓക്കെ, അപ്പം വളരെ നല്ലൊരു എക്സസൈസ് ആണ്. നിങ്ങൾക്ക് ഡേ ടു ഡേ ബേസിസ് ചെയ്യാം. നിങ്ങൾക്ക് പ്രിലിംസിനും മെയിൻസിനും അതോടൊപ്പം തന്നെ സിസാറ്റിനും ഹെൽപ്ഫുൾ ആകുന്ന ഒരു എക്സസൈസ് ആണ്. സിസാറ്റിന് ഇതിന്റെ ഒരു പ്രോസസ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ ആയിരിക്കും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുക. മറ്റ് 2 സ്റ്റേജിലും നിങ്ങൾക്ക് ഇതിന്റെ കണ്ടന്റും അതുപോലെ തന്നെ എൻറിച്ച്മെന്റ് ആയിരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുക. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഇതൊരു പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ടീച്ചിങ് ക്ലാസ് അല്ല. ദിസ് ഈസ് എ കൈൻഡ് ഓഫ് എ ഗൈഡൻസ് ക്ലാസ്. എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ പിക്ക് ചെയ്യണം, എന്തുകൊണ്ട് ഇത് റിലവൻ്റ് ആണ്, ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് തരികയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ സാധാരണ റെഗുലർ ക്ലാസ് പോലെ ന്യൂസ് പേപ്പർ എടുത്തിട്ട് A to Z കാര്യങ്ങൾ നിങ്ങളെ വായിച്ച് പറഞ്ഞു തരികയല്ല ചെയ്യുന്നത്. നിങ്ങൾ എന്തൊക്കെ നോക്കണം, എന്തൊക്കെയാണ് എക്സ്ട്രാ നോക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾ പുറത്ത് സെർച്ച് ചെയ്ത് വായിച്ച് മനസ്സിലാക്കണം, എന്തൊക്കെ നോട്ടിലേക്ക് ആഡ് ചെയ്യണം, ഇത്തരത്തിലുള്ള ഇൻസൈറ്റുകളായിരിക്കും തരുന്നത്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് എൻ ഇൻസൈറ്റ് ഗിവിംഗ് ക്ലാസ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സോ ഫസ്റ്റ് ഈ ആർട്ടിക്കിളാണ് CID സെർച്ച് റെസിഡൻസ് ഓഫ് മമത തൃണമൂൽ ഓഫീസ്. ഇത് ഒരു പൊളിറ്റിക്കലി മൂട്ടഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. പക്ഷെ ഇതിനകത്ത് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് നോക്കേണ്ട കാര്യം എന്താണ്, ഈ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ CIDയുടെ എക്സിസ്റ്റൻസ് എങ്ങനെയാണ്, അത് ഏത് തരത്തിലുള്ള ബോഡിയാണ്, ആരൊക്കെയാണ് അതിലെ ഉദ്യോഗസ്ഥരായിട്ട് വരുന്നത്, അവരുടെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, ഡെപ്യൂട്ടേഷനിലാണോ വരുന്നത്, അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ എന്തെങ്കിലും ക്രൈറ്റീരിയാസ് ഉണ്ടോ, പിന്നെ എന്തൊക്കെയാണ് അവരുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് എക്സ്ട്രാ സെർച്ച് ചെയ്തിട്ട് ജസ്റ്റ് CID എന്ന് എഴുതിയിട്ട് CIDയെ കുറിച്ച് ഈ ഇൻഫർമേഷൻസ് എഴുതി വെക്കാം. അപ്പം എന്തുകൊണ്ട് ഞാനിത് പറയുന്നത് വെച്ചാൽ, മുൻ വർഷങ്ങളിൽ ഇത്തരത്തിലാണ് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ബോഡിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ UPSC സാധാരണ ചോദിക്കുന്ന കാര്യങ്ങൾ അറിയാം. ഇപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിന് മുമ്പത്തെ വർഷങ്ങളിൽ ഒരുപാട് പൊളിറ്റീഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട ED റെയ്ഡിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഇപ്പോഴും കേൾക്കുന്നുണ്ട്, അന്നും ഉണ്ടായിരുന്നു. ആ സമയത്താണ് കൂടുതലായിട്ട് ന്യൂസിൽ വന്ന സമയത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്സിനെ കുറിച്ച് UPSC ചോദിച്ചിട്ടുള്ളത്. സോ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കലി ഇൻസ്പയർഡ് ആയിട്ടുള്ള ന്യൂസുകളും വരാൻ സാധ്യത. പക്ഷെ അതിന്റെ പൊളിറ്റിക്സ് അല്ല ചോദിക്കുന്നത്, പകരം അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർഗനൈസേഷനെ കുറിച്ചോ ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികളെ കുറിച്ചൊക്കെ ആയിരിക്കും UPSC എക്സാമിൽ ചോദിക്കുക. സോ ആ കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ മൂവിങ് ഓൺ. ഈ ഫസ്റ്റ് പേജിൽ നമുക്ക് ബാക്കി ന്യൂസുകൾ ജസ്റ്റ് ഹെഡിങ് വായിച്ചു വിടാം, അത് പ്രശ്നമില്ല. ഫോർ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ ചുറ്റുപാട് എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഹെഡിങ്സ് വായിച്ചു വിടുക. അല്ലാണ്ട് കൂടുതൽ ഡീപ്പായിട്ട് വായിച്ചത് നിങ്ങൾ സമയം കളയണ്ട. ഞാൻ ഇതിനകത്ത് 2-3 പേജുകൾ കട്ട് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് കാര്യമായിട്ടൊന്നും വായിക്കാനില്ലാത്തതുകൊണ്ട് ഈ പേജും ഇത്തരത്തിലുള്ള പ്രാദേശിക പേജുകൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഡൽഹി എഡിഷനാണ് ഞാൻ ന്യൂസ് പേപ്പർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ന്യൂസ് പേപ്പറൊക്കെ ഈ ആർട്ടിക്കിൾസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഹെഡിങ് വായിച്ചു വിടുക. കാര്യമായിട്ടൊന്നുമില്ല ഇതിനകത്ത്, UPSC എക്സാമിന് ചോദിക്കാൻ സാധ്യതകളൊന്നുമില്ല. ഇവിടെ ഒരു ന്യൂസ് ഉണ്ട്, ഹൈ ലെവൽ പ്രോബ് ഇൻ ടു ബ്ലാസ്റ്റ് അറ്റ് വിശാഖ സ്റ്റീൽ പ്ലാന്റ് ബിഗിൻസ് എന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വിശാഖ സ്റ്റീൽ പ്ലാന്റ് ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏത് പേപ്പറിലാണ് വരുന്നത് ആലോചിച്ച് നോക്കുക. എപ്പോഴും ന്യൂസ് വായിക്കുമ്പോൾ നമ്മുടെ GS പേപ്പറുകൾ ഏത് GS പേപ്പറിലായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിൽ വരുന്നതെന്ന് ആലോചിച്ച് നോക്കുക. നമുക്കറിയാം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒരു പേപ്പറുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് തന്നെ ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. സോ ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സിന്റെ കാറ്റഗറിയിലാണ് ഇത് പെടുന്നത്. അപ്പം നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സിന്റെ എക്സാമ്പിൾസ് ആയിട്ട് ഈ പറഞ്ഞ വിശാഖ് സ്റ്റീൽ പ്ലാന്റ് ബ്ലാസ്റ്റിനെ കുറിച്ച് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പം ബേസിക്കലി എന്തുകൊണ്ട് വിശാഖ് സ്റ്റീൽ പ്ലാന്റിൽ ഈ ബ്ലാസ്റ്റ് നടന്നു, അത് ഒരു നെഗ്ലിജൻസ് കൊണ്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടാണോ, അതൊന്ന് ജസ്റ്റ് എക്സ്ട്രാ സെർച്ച് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സിൽ വിശാഖ് സ്റ്റീൽ പ്ലാന്റ് ഡിസാസ്റ്റർ ഈ ഡേറ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത മെയിൻസ് ഒക്കെ ആവുന്ന സമയത്ത് ജസ്റ്റ് എന്ത് ചെയ്യാം, എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, മൂവിങ് ഓൺ. ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ
എക്സാമിന് ഡയറക്റ്റ് പോസിബിൾ ആയിട്ടുള്ള ന്യൂസ് ഒന്നുമില്ല. കമ്മിങ് ടു ദ എഡിറ്റോറിയൽ പേജ്, ഇവിടെ ഒരു എഡിറ്റോറിയൽ ആർട്ടിക്കിൾ ഉണ്ട്, സെക്യൂറിംഗ് ഇന്ത്യ എഗൻസ്റ്റ് ത്രെറ്റ് ഓഫ് മിത്തോകാലിപ്സ്. അപ്പം ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ടെക്നോളജി മേഖലയിൽ വന്നിട്ടുള്ള വലിയൊരു റെവല്യൂഷനാണ് ആന്ത്രോപിക്കിന്റെ ഒരു റിലീസ് എന്ന് പറയുന്നത്. അതായത് സാധാരണഗതിയിൽ സോഫ്റ്റ്വെയറുകളൊക്കെ നമ്മൾ മേക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബഗ്സ് അല്ലെങ്കിൽ അവിടുത്തെ ഫ്ലോസ് ഉണ്ടാവാറുണ്ട്. അപ്പം സാധാരണ ടെസ്റ്റിങ്ങിലൂടെയാണ് അത് കണ്ടെത്തുന്നത്. അപ്പം ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം, ഈ പറയുന്ന ആന്ത്രോപിക്കിന്റെ ഈ ഒരു പുതിയ മോഡൽ ക്ലൗഡ് മെത്തോസ് എന്ന് പറഞ്ഞ മോഡല് ഇപ്പൊ നിലവിലുള്ള എല്ലാ ഹ്യൂമൻ എക്സ്പേർട്സിനെയും ഔട്ട് പെർഫോം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത്. അതായത് ഈ പറയുന്ന ഈ മോഡല് സോഫ്റ്റ്വെയറുകളിലുള്ള ഫ്ലോസ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതായത് സാധാരണഗതിയിൽ മൾട്ടിപ്പിൾ ടെസ്റ്റ്, മില്യൺ കണക്കിന് ടൈംസ് ടെസ്റ്റ് കഴിഞ്ഞിട്ടും കണ്ടെത്താൻ കഴിയാതിരുന്ന ഫ്ലോസിനെ വരെ ഇത് വളരെ എളുപ്പത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ടത് എയുടെ ഒരു വലിയ റവല്യൂഷനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എത്തരത്തിലാണ് ത്രെറ്റ് പോസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ന്യൂജൻ ടെക്നോളജി വരുന്ന സമയത്ത് അത് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അത് പോസ് ചെയ്യുന്ന ത്രെറ്റുകളെ കുറിച്ചാണ് UPSC പൊതുവെ ചോദിച്ചു കാണാറുള്ളത്. അപ്പം ആന്ത്രോപിക് ഉയർത്തുന്ന ത്രെറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര സോഫ്റ്റ്വെയറിന്റെ വൾണറബിലിറ്റീസ് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ഇത് പറ്റുന്നു എന്നുകൊണ്ട് തന്നെ ഇതിന് സീറോ ഡേ വൾണറബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയത്തില്ലാത്ത എന്നാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വൾണറബിലിറ്റീസ് ഇൻ സോഫ്റ്റ്വെയർസിനാണ് സീറോ ഡേ വൾണറബിലിറ്റീസ് എന്ന് പറയുന്നത്. ഫിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് സീറോ ഡേ വൾണറബിലിറ്റീസ് എന്താ നോക്കി നോക്കാം. പിന്നെ ഇതിനകത്ത് കളർ ഞാനൊരു സിമ്പിളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇതിനകത്ത് ഗ്രീൻ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയ കാര്യം. അതോടൊപ്പം തന്നെ ഈ പിങ്ക് കളറിലും അതുപോലെ തന്നെ ഒരു മജന്ത കളറിലും വരുന്നത് മെയിൻസ് പെർസ്പെക്റ്റീവിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് പ്രിലിംസിന് എന്തൊക്കെയാണ് മെയിൻസിന് എന്തൊക്കെയാണ് പെട്ടെന്നൊരു വൺ ലുക്കിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കളർ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ സീറോ ഡേ വൾണറബിലിറ്റി എന്താണ് സീറോ ഡേ വൾണറബിലിറ്റിയുടെ കോൺസെപ്റ്റ്, ഏത് മേഖലയോട് ബന്ധപ്പെട്ടാണ് സീറോ ഡേ വൾണറബിലിറ്റി എന്ന ടേം നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. അതോടൊപ്പം തന്നെ ക്ലോഡ് ഫാബിൾ 5, എന്താണ് ഈ ക്ലോഡ് ഫാബിൾ 5, എന്തിന്റെ പ്രൊഡക്റ്റ് ആണ് ക്ലോഡ് ഫാബിൾ 5, ഏത് മേഖലയിലാണ് ഉപയോഗിക്കുന്നത്, ഈ കാര്യങ്ങൾ എക്സ്ട്രാ സെർച്ച് ചെയ്ത് ജസ്റ്റ് നോട്ട് ആക്കി വെക്കുക. വളരെ ഡീറ്റെയിൽ നോട്ട് വേണ്ട, ജസ്റ്റ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മതി. കാരണം UPSC ഒരു ട്രെൻഡ് ഉണ്ട്. UPSC ഒരു പുതിയ കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ എമർജിംഗ് ടെക്നോളജിയെ കുറിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ വളരെ പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറുള്ളൂ. ഇപ്രാവശ്യത്തെ 2026 പ്രിലിംസിന് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഡ്രോപ്പ് ഷിപ്പിംഗിന്റെ ആൻസർ വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ട് ഇതിൽ ഏതിനെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഐഡന്റിഫൈ ചെയ്യാൻ തന്നിരിക്കുന്നത്. ഉത്തരം ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ്. ഡ്രോപ്പ് ഷിപ്പിംഗ് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു, അത് വളരെ കാലമായിട്ടുണ്ട്, പക്ഷെ ഇപ്പം നിലവിൽ ട്രെൻഡായി വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഓൺലൈൻ ബിസിനസ് മോഡലാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. മേ ബി അതായിരിക്കാം ഒരു ട്രിഗർ പോയിന്റ് ആയിട്ട് വന്നത്. അപ്പൊ അത്തരത്തിൽ വരാൻ സാധ്യതയുള്ള ടേമുകളാണ് ഈ സീറോ ഡേ വൾണറബിലിറ്റി, അതുപോലെ ക്ലോഡ് ഫാബിൾ 5, എന്താണ് ക്ലോഡ് ഫാബിൾ 5, അല്ലെ എന്തുമായിട്ട് അസോസിയേറ്റഡ് ആണ് ക്ലോഡ് ഫാബിൾ 5, ഇതൊക്കെ ചോദിക്കാം. ഇതുപോലെ തന്നെ 2023 22 മറ്റോ ക്വാണ്ടം ബിറ്റ്സ് അല്ലെങ്കിൽ ക്യൂബിറ്റ്സ് എന്തുമായിട്ട് ബന്ധപ്പെട്ട ടേമാണ് UPSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉത്തരം വരുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണ്. അപ്പൊ അത്തരത്തില് ആ സമയത്ത് ന്യൂസിലും കാര്യങ്ങളൊക്കെ ക്യൂബിറ്റ്സിനെ കുറിച്ചും ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചും ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് ഈ പറയുന്ന ആന്ത്രോപിക്കിന്റെ ക്ലൗഡ് മിത്തോസ് എന്ന് പറയുന്നത്. അപ്പൊ അത് എന്താണ് കാര്യങ്ങൾ നോക്കി വെക്കുക. പിന്നെ മെയിൻസ് പെർസ്പെക്റ്റീവിൽ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന എമർജിംഗ് ടെക്നോളജി, എസ്പെഷ്യലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ വരുന്ന ഡെവലപ്പ് ചെയ്യുന്ന പുതിയ ടെക്നോളജീസ് എന്തൊക്കെ ത്രെറ്റുകളാണ് പോസ് ചെയ്യുന്നത് പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, ഫസ്റ്റ് മോസ്റ്റ് കറണ്ട് AI മോഡൽ ഐഡന്റിഫൈ വൾണറബിലിറ്റീസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ബൈ ഹ്യൂമൻ എനേബിളിംഗ് എക്സ്പെർട്ട് ടു ഡയഗ്നോസ് ആൻഡ് ഫിക്സ് ദം. പക്ഷേ ഈ പുതിയ ടെക്നോളജി എന്താ ചെയ്യുന്നത്? മിത്തോസ് ഹൗവർ ഈസ് ഡിസ്കവറിംഗ് വൾണറബിലിറ്റീസ് ഇൻ സിസ്റ്റം ദാറ്റ് കനോട്ട് ഓൾവേസ് ബി എക്സ്പ്ലെയിൻ, അണ്ടർസ്റ്റുഡ് ഓർ ഈവൻ നോൺ ടു എക്സിസ്റ്റ് ബൈ ഹ്യൂമൻ ഓപ്പറേറ്റേഴ്സ്. അതായത് നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലോസ് ഉണ്ടെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വൾണറബിലിറ്റീസിനെ വരെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഐഡന്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ, ബെയർലി 1% ഓഫ് ദി വൾണറബിലിറ്റീസ് ഐഡന്റിഫൈ മെത്തോസ് ഹാവ് ബീൻ പാച്ച്ഡ്. അതായത് ഈ മെത്തോസ് ഐഡന്റിഫൈ ചെയ്തിരുന്ന വൾണറബിലിറ്റീസിലെ 99% വൾണറബിലിറ്റീസും സ്റ്റിൽ അൺപാച്ച്ഡ് ആണ്. അതിന്റെ ത്രെറ്റ് എന്തായിരിക്കും? ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഏതെങ്കിലും ഒരു ഈ പറയുന്ന ത്രെറ്റ് പോസിംഗ് ഏജൻസിന്റെ ഫോർ എക്സാമ്പിൾ ടെററിസ്റ്റിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, ഫിനാൻഷ്യൽ ക്രൈം നടത്തുന്ന ഓർഗനൈസേഷന്റെയോ അല്ലെങ്കിൽ ഏജൻസിയുടെയോ മറ്റോ കയ്യിൽ വന്ന് പെടുകയാണെന്നുണ്ടെങ്കിൽ അവർ ഉയർത്തുന്ന വെല്ലുവിളികൾ വളരെ വലുതാണ്. അപ്പം അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ കൺസേൺ. അതായത് ഹ്യൂമൻ
ഡെവലപ്പേഴ്സും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത, ഇനി ഐഡന്റിഫൈ ചെയ്തിട്ട് തന്നെ അത് പാച്ച് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് വൾണറബിലിറ്റീസിനെ ഇപ്പോഴത്തെ ഈ സിസ്റ്റം ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അത് ഉയർത്തുന്ന ത്രെറ്റും വളരെ വലുതാണ്. സോ ഫൈൻഡിങ് വൾണറബിലിറ്റി ഈസ് വൺ തിങ് ദാറ്റ്, ബട്ട് chaining a bunch of vulnerabilities together and exploiting them autonomously is something completely different and daunting. പിന്നെ ഈ മെത്തോസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പം ഡിഫറെന്റ് ആയിട്ടുള്ള വൾണറബിലിറ്റീസ് ഉണ്ട്. ആ വൾണറബിലിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ ചെയിൻ ആക്കിയിട്ട് അതിനെ ഓട്ടോണമസ്ലി, അതായത് സ്വതന്ത്രമായിട്ട് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് മാറ്റാൻ ഈ ക്ലൗഡ് മെത്തോസിന് കേപ്പബിലിറ്റി ഉണ്ട്. അതും കാണിക്കുന്ന എന്താണ്, നിലവിൽ ഉള്ള വൾണറബിലിറ്റീസിനെ എത്രത്തിൽ എസ്കലേറ്റ് ചെയ്ത് അതിന്റെ ഇമ്പാക്ട് കൊണ്ടുവരാൻ ക്ലൗഡ് മെത്തോസിന് പറ്റുന്നതാണ്. ഇത് നിങ്ങൾക്കറിയാം, ഏതെങ്കിലും ഒരു നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിന്റെ കയ്യിൽ ഇത് പെടുകയാണെന്നുണ്ടെങ്കിൽ അത് ഉയർത്തുന്ന ചാലഞ്ചസ് വളരെ വലുതാണ്. ഓക്കെ, ദ ഫോർത്ത് ബാരിയർ ടു entry are very low. The UK's AI Security Institute found that even engineers without formal security training could use methods to produce functional exploit overnight. In effect, it put cyber capabilities once associated with the nation state within reach of script kiddies and ransomware groups. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ, അതായത് ഒരു എക്സ്പേർട്ട് അല്ലാത്ത ആളുകൾക്ക് പോലും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വൾണറബിലിറ്റീസിനെ എക്സ്പോസ് ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്, ഈ ക്ലൗഡ് മെത്തോസിന് പറ്റുന്നുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന മാലിഫൈഡ് ഗ്രൂപ്പുകളുടെ കയ്യിൽ പെടാനുള്ള സാധ്യതയുണ്ട്. അതിൽ പെടുന്ന വൺ ഓഫ് ദി ചലഞ്ചിങ് ഒരു സൈബർ സെക്യൂരിറ്റി ത്രെറ്റ് ആണ് റാൻസം വെയർസ്. അപ്പം ഇത് UPSC പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് റാൻസം വെയർ, എന്താണ് റാൻസം വെയർ, ഫോർ എക്സാമ്പിൾസ് ഓഫ് റാൻസം വെയർ ഇൻസിഡൻസ്. ഫോർ എക്സാമ്പിൾ, വാനാക്രൈ എന്ന് പറയുന്ന ഒരു റാൻസം വെയർ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അതൊരു ടൈപ്പ് ഓഫ് ആളുകൾ ഈ പറയുന്ന രീതിയിൽ, റാൻസം എന്ന് പറയുമ്പോൾ എന്താണ്, മോചനദ്രവ്യമാണ്. നമ്മുടെ സോഫ്റ്റ്വെയറും സിസ്റ്റംസും ഒക്കെ ഹാക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഇത് മോചനദ്രവ്യം ആവശ്യപ്പെട്ടിട്ട് മാത്രം അത് തിരിച്ചു തരുന്ന രീതിയാണ് റാൻസം വെയർ ഓപ്പറേഷൻസ്. അപ്പൊ റാൻസം വെയർ ഓപ്പറേഷൻസ് എന്താണെന്നും അത് ഉയർത്തുന്ന ത്രെറ്റ് എന്താണെന്നും അതിന്റെ എക്സാമ്പിൾസ് ഓഫ് റാൻസം വെയർ ഓപ്പറേഷൻസ് അതും നിങ്ങൾ നോക്കി വെക്കണം. 2024 ഡൽഹി എയിംസിൽ അവരുടെ ഡാറ്റ മുതൽ റാൻസം വെയർ ഓപ്പറേറ്റേഴ്സ് ഹാക്ക് ചെയ്തിരുന്നു. അപ്പൊ എന്താണ് റാൻസം വെയർ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഒന്ന് നോക്കി വെക്കാൻ ശ്രമിക്കുക. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ടേമാണ് സാൻഡ് ബോക്സ് ടെസ്റ്റ്. എന്താണ് ഈ സാൻഡ് ബോക്സ് ടെസ്റ്റ്, ഏത് മേഖലയിലാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ്, എന്തൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ നോക്കി വെക്കാം. ഇത്തരത്തിലുള്ള ടേമുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതൊക്കെയാണ് പലപ്പോഴും പ്രിലിംസിന് വരാറുള്ളത്. നമ്മൾ ഈ പിങ്ക് ചെയ്ത എല്ലാം തന്നെ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ട് ക്ലൗഡ് മെത്തോസ് ഒരു ത്രെറ്റ് ആവുന്നു, അല്ലെ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട ചാലഞ്ചസ് എന്നുള്ള കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ വൾണറബിലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയുടെ പ്രിപ്പയർനെസ് എന്തൊക്കെയാണെന്ന് ഇവിടെ നോക്കുന്നത്. ഇപ്പൊ ഇന്ത്യ സ്റ്റാക്ക് ഒരു ടേം ഉണ്ട്. ഇന്ത്യ സ്റ്റാക്ക് എന്താണെന്ന് നോക്കണം. ഇനി ഇന്ത്യയുടെ കേസിലേക്ക് വരുമ്പോൾ, ക്രിട്ടിക്കൽ സിസ്റ്റം അക്രോസ് ഫിനാൻസ് ആൻഡ് ഗവർണൻസ് സ്റ്റിൽ റിലൈ ഓൺ ഔട്ട്ഡേറ്റഡ് ടെക്നോളജി. അതാണ് ഇന്ത്യയുടെ പ്രശ്നം. നിങ്ങൾക്കറിയാം, ടെക്നോളജി ഡേ ടു ഡേ ബേസിസിൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യ ഉപയോഗിക്കുന്ന പല ടെക്നോളജിയിലും സ്റ്റിൽ ഔട്ട്ഡേറ്റഡ് ആണെന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇന്ത്യൻ പബ്ലിക് സെക്ടർ ബാങ്ക് കണ്ടിന്യൂ ടു റൺ സബ്സ്റ്റാൻഷ്യൽ കോബോൾ ആൻഡ് വിൻഡോസ് സെർവർ 2008-2012 വർക്ക് ലോഡ്. ഓക്കെ, അപ്പം ഇന്ത്യയിലെ മെയിൻ ആയിട്ടുള്ള സ്ട്രാറ്റജിക് ഇൻഫ്രാസ്ട്രക്ചർ, ആ ടേം നോട്ട് ചെയ്ത് നോക്കുക, സ്ട്രാറ്റജിക് ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പം ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് സ്ട്രാറ്റജിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നാണ് അറിയപ്പെടുന്നത്. സ്ട്രാറ്റജിക് ഇൻഫ്രാസ്ട്രക്ചർ. ബാങ്കിങ് മേഖല പോലുള്ള സ്ട്രാറ്റജിക് ഇൻഫ്രാസ്ട്രക്ചർ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല സോഫ്റ്റ്വെയറുകളും അപ്ഡേറ്റഡ് അല്ല, ഔട്ട്ഡേറ്റഡ് ആണ്. ഓക്കെ, ആ കാര്യം നോക്കി വെക്കുക. അപ്പം അതെന്താണ്, ഇത്തരത്തിൽ ഔട്ട്ഡേറ്റഡ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വൾണറബിലിറ്റീസ് അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ഈ പറയുന്ന നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ അതും ഒന്ന് നോക്കി വെക്കുക. സോ ഇറ്റ് ലാക്സ് ആൻ AI സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്. മറ്റൊരു പ്രശ്നം, നമുക്കിപ്പോഴും ഒരു AI സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല. സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്, വാട്ട്സ് ദ ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റാർട്ടിങ് എൻ ഇൻസ്റ്റിറ്റ്യൂട്ട്? ആ ഒരു കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ എന്തിന്റെ പേരിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തത്, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് നടത്താനും ഒക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത്. അപ്പൊ കുറച്ചുകൂടെ ഡീപ്പ് ആയിട്ടുള്ള അക്കാദമിക് റിസർച്ച് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കും. അപ്പൊ അത്തരത്തിലുള്ള സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നിലവിൽ ഇന്ത്യയുടെ ആവശ്യം. ഇത് എവിടെയാണ് നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റുക വെച്ചാൽ, സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ചോദ്യങ്ങൾ വരുന്ന സമയത്ത് വേ ഫോർവേഡ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺക്ലൂഷനിലൊക്കെ എഴുതി ചേർക്കാൻ പറ്റുന്ന കാര്യമാണ് എങ്ങനെ ഹൗ ടു ടാക്കിൾ ദിസ് സെക്യൂരിറ്റി കൺസേൺസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇഷ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് പറയാം, വി ക്യാൻ എസ്റ്റാബ്ലിഷ് സെക്യൂരിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് മെയിൻസിന്റെ ആൻസറിലേക്ക് ഇത് കോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം.
ഓക്കെ. അതുപോലെ തന്നെ ഇന്ത്യ എ മിഷൻ ഈസ് ഫോക്കസ് പ്രൈമറിലി ഓൺ ഡെവലപ്പർ റാദർ ദാൻ സേഫ്റ്റി ഇവാലുവേഷൻ. ഇന്ത്യ therefore needed dedicated India AI Safety Institute supported by data sharing arrangement with the AISI and the US Center for AI Standards and Innovation. Without such mechanism, India will remain dependent on foreign assessment of models that had never been tested against Indian system and vulnerabilities. അതുപോലെ തന്നെ നമ്മളിപ്പോൾ AI സിസ്റ്റത്തിന് പലപ്പോഴും നമ്മളിപ്പം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോറിൻ ടെക്നോളജീസിനെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം AI സിസ്റ്റംസ് പലപ്പോഴും ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് അറിയപ്പെടുന്നത് അത് കൊടുക്കുന്ന ഡാറ്റ വെച്ചിട്ടാണ് അത് ലേൺ ചെയ്യുന്നത്. അപ്പം ഫോറിൻ ഏജൻസികളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവരവിടെ കൊടുക്കുന്ന ഡാറ്റയും കാര്യങ്ങളുടെയും ഒറിജിൻ അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയുന്നത് ഫോറിൻ ഒറിജിൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ പറയുന്ന AI സെക്യൂരിറ്റി സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്തത് അവരുടെ നാട്ടിലെ അല്ലെങ്കിൽ അവരുടെ റീജിയനിലെ ഇഷ്യൂസിനെ അല്ലെങ്കിൽ അവരുടെ റീജിയനിലെ ത്രെറ്റുകളെ എന്ത് ചെയ്യാനുള്ള പ്രിവെന്റ് ചെയ്യാനുള്ളതായിരിക്കും. അത് ഇന്ത്യൻ ഒറിജിൻ അല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ അത്ര എഫക്റ്റീവ് ആവണമെന്നില്ല. അപ്പം ഇവിടെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു AI മെക്കാനിസം നമുക്ക് ഡെവലപ്പ് എടുക്കണം. AI സിസ്റ്റം അല്ലെങ്കിൽ AI ഒരു സേഫ്റ്റി സിസ്റ്റം നമുക്ക് ഡെവലപ്പ് എടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം നിലവിൽ ഈ പറയുന്ന രീതി നിങ്ങൾക്ക് ഇതെല്ലാം വേ ഫോർവേഡ് എഴുതാം. ഇനി ഇന്ത്യൻ AI സെക്യൂരിറ്റി ബന്ധപ്പെട്ടുള്ള ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ സംഭവം കോട്ട് ചെയ്യാം. ഇന്ത്യൻ AI മിഷൻ ഈസ് ഫോക്കസ് primarily on development rather than safety evolution. നമ്മൾ ജസ്റ്റ് ഡെവലപ്മെന്റിനെ കുറിച്ച് മാത്രം ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. ഇതിന് സേഫ്റ്റി സൈഡിനെ കുറിച്ച് വി ആർ നോട്ട് യെറ്റ് കൺസേൺഡ്. ഓക്കെ, ആ ഒരു പോയിന്റും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ മാൻ പവർ ഇഷ്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം സൈബർ സെക്യൂരിറ്റി വർക്ക് ഫോഴ്സ് ഗ്യാപ്പ് ഈസ് എസ്റ്റിമേറ്റഡ് അറ്റ് മോർ ദാൻ 60,000 പ്രൊഫഷണൽസ്. അതായത് 6 lakh പ്രൊഫഷണൽസ്, അതായത് ഏകദേശം 60,000-ഓളം എന്താണ് ആളുകളുടെ മാൻ പവറിന്റെ ഷോർട്ടേജും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. അപ്പൊ എന്തൊക്കെയാണ് ഇന്ത്യൻ AI സെക്യൂരിറ്റിയെ ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് എന്ന് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾക്ക് കോട്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ ഇവിടെ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ആക്ടിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെക്കുക. അപ്പൊ എന്തൊക്കെയാണ് ഈ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ സാലിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കി വെക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ. വളരെ ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ആണ്. നിങ്ങൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കി വെക്കാൻ ശ്രമിക്കുക. ഇവിടെ അതുപോലെ ഇന്ത്യസ് റോഡ് ത്രൂ മ്യാൻമാർ ഈസ് ഓഫ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യ മ്യാൻമാർ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾ തുടക്കക്കാരാണ് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആണ് IR അത് കാര്യമായി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മ്യാൻമാറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വായിച്ചു വെക്കുക. മ്യാൻമാറിന്റെ ഹിസ്റ്ററി എന്താണ്, ഇന്ത്യ മ്യാൻമാർ റിലേഷൻഷിപ്പ് ഏത് രീതിയിലാണ് ഇവോൾവ് ആയിരിക്കുന്നത്, അതോടൊപ്പം തന്നെ റീസെന്റ് ആയിട്ടുള്ള അവിടെ പൊളിറ്റിക്കൽ ചേഞ്ചസിനെ കുറിച്ച് വായിക്കുക. അവിടെ ഇപ്പം മിലിറ്ററി ജുന്തയാണ് അവിടെ റൂൾ ചെയ്യുന്നത്. ഓങ് സാങ് സൂക്കിയുടെ ഗവൺമെന്റിനെ അവരെ ഡിത്രോൺ ചെയ്യുന്നുണ്ട്. ഏത് വർഷമാണ് ഡിത്രോൺ ചെയ്തത്, അതിനുശേഷം ഇപ്പൊ ആരാണ് അത് റൂൾ ചെയ്യുന്നത്, അവരുടെ പേരൊന്നും വേണ്ട, ജസ്റ്റ് മിലിറ്ററി ജുന്ത എന്നുള്ള കാര്യം ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അതുമായി ബന്ധപ്പെട്ടാണ് പിന്നെ നിങ്ങൾ വായിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇന്ത്യ അവരുമായിട്ട് ഒരു പാച്ചപ്പ് മോഡിലോട്ട് പോകുന്ന രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദിസ് ഇസ് എ റിയൽ പൊളിറ്റിക് ഡിസ്കസ് ആസ് പ്രാഗ്മാറ്റിസം. മ്യാൻമാർ ഇസ് ഇന്ത്യസ് ഗേറ്റ് വേ ടു സൗത്ത് ഈസ്റ്റ് ഏഷ്യ. വൈ മ്യാൻമാർ ഇസ് ഇമ്പോർട്ടന്റ് ഫോർ അസ്. അതാണ് നമ്മൾ എന്തുകൊണ്ട് മിലിറ്ററി ജുന്തയായിട്ടും അവരെ ഇപ്പൊ നമ്മളൊരു പാച്ചപ്പിലേക്ക് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ രണ്ട് പ്രധാനപ്പെട്ട പോളിസിയാണ് ആക്ടിവിസ്റ്റ് പോളിസിയും നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിയും. ഈ രണ്ട് ടേമുകളും നമുക്ക് മെയിൻസിന് IR വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ ആക്ടിവിസ്റ്റ് പോളിസിയും ഇന്ത്യയുടെ നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിയും. അപ്പൊ ഈ രണ്ട് പോളിസികൾ എന്താണെന്നുള്ളത് നിങ്ങൾ എക്സ്ട്രാ റീഡ് ചെയ്ത് വെക്കുക. നിങ്ങൾ IR പഠിക്കുന്നതാണ്, പഠിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ റീഡ് ചെയ്ത് വെക്കുക. എന്താണ് ഇന്ത്യൻ ആക്ടിവിസ്റ്റ് പോളിസി, അതിന്റെ കോർ തീം എന്താണ്, അതുപോലെ നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ ഇന്ത്യ എന്താണ് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഈ രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ ഇതിന് ഈ പറഞ്ഞ ആക്ടിവിസ്റ്റ് പോളിസിക്കും നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിക്കും ഇന്ത്യയുടെ ഗേറ്റ് വേ എന്ന് പറയുന്ന മ്യാൻമാർ ആണ്. കാരണം എന്താണ്, ഇന്ത്യ ഷെയറിംഗ് 1643 കിലോമീറ്റർ ബോർഡർ വിത്ത് 4 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്. മ്യാൻമാർ ഈസ് ഇൻസ്റ്റബിലിറ്റി പോസസ് എ ഡയറക്ട് ത്രെറ്റ് ടു ഇന്ത്യ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഇൻ ദ റീജിയൻ. നിങ്ങൾക്കറിയാം നോർത്ത് ഈസ്റ്റ് ഏരിയ നേരിടുന്ന പ്രധാന പ്രശ്നം ഈ പറഞ്ഞ ഡ്രഗ് ട്രാഫിക്കിംഗ്, ഹ്യൂമൻ ട്രാഫിക്കിംഗും ആണ്. അതിനുള്ള മെയിൻ റീസൺ ആയിട്ട് പറയുന്നത് ഇന്ത്യ മ്യാൻമാർ ബോർഡർ പോറസ് ബോർഡർ ആണ് എന്ന് പറയുമ്പോൾ പല സ്ഥലത്തും ഫെൻസിങ് ഇല്ല, പല സ്ഥലത്തും സെക്യൂരിറ്റി ഫെസിലിറ്റീസ് ഇല്ല. അതുകൊണ്ട് തന്നെ പോറസ് ബോർഡേഴ്സ് ആണ്. മാത്രമല്ല ഇന്ത്യ മ്യാൻമാർ ആ റീജിയനിൽ ഒരുപാട് ഡ്രഗ് ട്രാഫിക്കിംഗ് കാര്യങ്ങൾ ഇതുകൊണ്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പം ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് റീജിയനിലെ ഇൻസ്റ്റബിലിറ്റിക്ക് ഒരു പരിധി വരെ കാരണമാകുന്ന മ്യാൻമാറിലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയാണ്. അതുകൊണ്ട് അവിടെ കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് ഒന്ന് ഓർഡർ ആക്കേണ്ടത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റെബിലിറ്റിക്കും കൂടെ ആവശ്യമാണ്. ഓക്കെ, സോ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചൈന ഫാക്ടറാണ്. Beijing has aggressively cultivated NAPDO since the COP, filling the vacuum left by Western withdrawal with infrastructure financing, arms supplies, and
ഡിപ്ലോമാറ്റിക് കവർ. അതായത് എപ്പോഴും നിങ്ങൾ നോക്കിയാൽ മതി, ചൈന എവിടെയെങ്കിലും പിടിമുറുക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അലാമിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചൈന വെസ്റ്റേൺ വിഡ്രോവലിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള ആ ഒരു, അതായത് മറ്റേ ഓങ് സാൻ സൂക്കിയുടെ ഗവൺമെന്റ് ഡീത്രോൺ ആകുന്ന സമയത്ത് വെസ്റ്റേൺ സപ്പോർട്ട് മാറുന്നുണ്ട്. ആ സമയത്ത് വാക്കം ഫില്ല് ചെയ്യാൻ വേണ്ടി മുന്നിട്ടിറങ്ങി ചൈനയാണ്. അപ്പൊ ചൈന നമ്മുടെ നെയ്ബർഹുഡിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് മറ്റൊരു കൺസേൺ ആയി മാറുന്നത്. അതായത് ചൈന അഗ്രസീവായിട്ട് അവിടെ ആ ഒരു വെസ്റ്റേൺ വിഡ്രോവലിന്റെ വാക്കം ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ത്രൂ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ്ങും ആംസ് സപ്ലൈസ് ഒക്കെ ആയിട്ട്. അതുകൊണ്ട് കൂടി എന്താണ് ഫോർ ഇന്ത്യ ടു സീഡ് മ്യാൻമാർ സ്ട്രാറ്റജിക് സ്പേസ് എൻറ്റയർലി ടു ചൈന വുഡ് ബി എ സെൽഫ് ഇൻഫ്ലിക്റ്റഡ് വൂണ്ട് ഇൻ ഇറ്റ്സ് ബാക്ക് യാർഡ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ചൈന കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ഏറ്റെടുക്കുന്നത് ഇന്ത്യക്ക് അതൊരു ത്രെറ്റ് ആണ്. അതും ഒരു കാര്യമാണ് ഇന്ത്യ ഇപ്പോൾ ഒരു പാച്ചപ്പിലേക്ക് പോകാൻ വേണ്ടി. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റേക്ക് ആണ്. ഫ്യൂ ഇൻഡിക്കേറ്റേഴ്സ് ബെറ്റർ reflect the depth of India's strategic investment in Myanmar than the Kaladan multimodal transport project, India-Myanmar Thailand trilateral highway, two connectivity corridors that dominate Modi Helena agenda. അപ്പം ഇന്ത്യ നിങ്ങൾ നോക്കേണ്ട എപ്പോഴും IR പ്രത്യേകിച്ച് നെയ്ബർഹുഡ് കൺട്രീസ് ആയിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ ബിഗ് ബ്രദർ അപ്രോച്ചാണ് എടുക്കുന്നത്. അവർക്ക് നമ്മളെ ഫിനാൻസ് ചെയ്യും, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത്തരത്തില് ഇന്ത്യ മ്യാൻമാറിൽ ചെയ്ത അല്ലെങ്കിൽ ഇന്ത്യ മ്യാൻമാറുമായിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള 2 മേജർ പ്രൊജക്ടുകളാണ് കാലാടൻ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് പ്രൊജക്ട്. ഇപ്പൊ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ നോക്കി വെക്കുക, മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് പ്രൊജക്ട് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ മോഡൽ ഓഫ് ട്രാൻസ്പോർട്ട് ആണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് സീ ഉണ്ടോ, അല്ലെങ്കിൽ മറ്റേ ഇൻലാൻഡ് വാട്ടർ വേസ് ഉണ്ടോ, ട്രെയിൻ റൂട്ട് ഉണ്ടോ, റോഡ് മാർഗമുണ്ടോ, ഇതിൽ ഏതൊക്കെയാണ് അതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്, എവിടുന്ന് എങ്ങോട്ടേക്കാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇന്ത്യ മ്യാൻമാർ തായ്ലൻഡ് ട്രൈലാറ്ററൽ ഹൈവേ ഉണ്ട്. അതും ഏത് സ്ഥലം മുതൽ ഏത് സ്ഥലം വരെയാണ് പോകുന്നത്, ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നു, അതൊരു മാപ്പിലൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പം പ്രിലിംസിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഈ ഡെവലപ്മെന്റുകൾ, ഈ പറയുന്ന ഇന്ത്യ മ്യാൻമാർ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന, അങ്ങോട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോപ്പറേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ടുകളുടെ പേരുകൾ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ദെൻ പിന്നെ മെയിൻസ് പെർസ്പെക്റ്റീവിൽ അത്രയും പോയിന്റുകളില്ല. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ആസിയാനെ കുറിച്ച് നോക്കി വെക്കുക. അതുപോലെ ആസിയാൻ ഇന്ത്യ എക്കണോമിക് കോറിഡോറിനെ കുറിച്ച് നോക്കി വെക്കുക. പിന്നെ ഇത്തരത്തിലുള്ള ടേംസ് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഡിസ്എൻഗേജ്മെന്റ്. അപ്പം എന്താണ് ഡിസ്എൻഗേജ്മെന്റ്, അതിന്റെ മീനിങ് എന്താണ്? IR-ലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് ഡിസ്എൻഗേജ്മെന്റ്. അപ്പം അതിനുള്ള ഒരു എക്സാമ്പിൾ സെന്റൻസും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്എൻഗേജ്മെന്റ് ഫോർ ഇന്ത്യ സെക്യൂരിറ്റി റെക്കഗ്നിഷൻ ദ ഡിസ്എൻഗേജ്മെന്റ് റെയർലി പ്രൊഡ്യൂസസ് ബെറ്റർ ഔട്ട്കംസ്. എന്താണ് ഡിസ്എൻഗേജ്മെന്റ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ആൻസർ ഒക്കെ എഴുതുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിക് ടേംസ് നിങ്ങളുടെ ഓരോ പേപ്പറിലും യൂസ് ചെയ്യാൻ നിങ്ങളുടെ മാർക്ക് എൻഹാൻസ് ചെയ്യാൻ യൂസ്ഫുൾ ആയിരിക്കും. സോ ഡിസ്എൻഗേജ്മെന്റ് എന്ന ടേം നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ബാക്കി ആർട്ടിക്കിൾസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ സ്കിപ്പ് ചെയ്യാം, ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, ഇതൊക്കെ നമുക്ക് വിൽക്കാം. മൂവിങ് ഓൺ. ഇവിടെ ഇന്ത്യ നേപ്പാൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇന്ത്യ നേപ്പാൾ റിലേഷൻഷിപ്പിലെ ഒരു കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ബോർഡർ ഡിസ്പ്യൂട്ട് ആണ്. അപ്പൊ ഏതൊക്കെ സ്ഥലങ്ങളാണ് ഇന്ത്യയും നേപ്പാളും ബോർഡർ ഡിസ്പ്യൂട്ട് ഉള്ളത് വ്യക്തമായിട്ട് നിങ്ങളൊന്ന് മാപ്പിൽ മാർക്ക് ചെയ്ത് വെക്കണം. ഇവിടുത്തെ പറയുന്നുണ്ട് ബൗണ്ടറി ഡിസ്പ്യൂട്ട് ഓവർ കാലാപാനി ലിപ്പുലെ ആൻഡ് ലിംപിയാദുര കണ്ടിന്യൂസ് സ്ട്രെയിൻ ഇന്ത്യ നേപ്പാൾ ടൈസ് വിത്ത് ബോത്ത് സൈഡ്സ് മെയിൻറ്റൈനിങ് competing territorial claims and relying on historical maps and inherited boundary line. അപ്പം ഈ ഒരു ഏരിയ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക, എവിടെയാണ് വരുന്നത് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂലും പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഈ ലൊക്കേഷൻസ് ആണ് നോക്കേണ്ടത്. മെയിൻസ് പെർസ്പെക്റ്റീവിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങൾ ഇന്ത്യ നേപ്പാളൊക്കെ റെയർലി ചോദിക്കുന്ന ഏരിയാസ് ആണ്, അതുകൊണ്ട് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ജസ്റ്റ് ഈ ഒരു ഡിസ്പ്യൂട്ടഡ് ബൗണ്ടറീസ് മാത്രം മാപ്പിൽ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, മൂവിങ് ഓൺ. ഇവിടെ ഒരു ചാൾസ് ബാബേജിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഇത് മൊത്തം വായിക്കൊന്നും വേണ്ട, നിങ്ങൾ ജസ്റ്റ് നോക്കേണ്ടത് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ എന്താണ് ഈ ഡിഫറൻസ് എഞ്ചിനും ഫൈനൈറ്റ് ഡിഫറൻസസ്, ഈ 2 ടേം എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് നോക്കി വെക്കുക. ഓക്കെ, കാരണം ഇതൊന്നും ഡയറക്റ്റ് UPSC ചോദിക്കില്ല. ജസ്റ്റ് ഡിഫറൻസ് എഞ്ചിനെ കുറിച്ച് വേണമെങ്കിൽ നോക്കി വെക്കുക. എന്താണ് ഡിഫറൻസ് എഞ്ചിൻ, ഹൗ ഇറ്റ്സ് സ്റ്റാർട്ടഡ് ദ റെവല്യൂഷൻ ഇൻ കമ്പ്യൂട്ടർ ടെക്നോളജി, ഈ കാര്യം മാത്രം ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, മൂവിങ് ഓൺ. ഇവിടെ മോദി വിൽ സർപ്പാസ് നെഹ്റൂസ് റെക്കോർഡ് ഓഫ് ബീങ് ലോങ്സ്റ്റ് സെർവിംഗ് PM എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഉണ്ട്. ന്യൂസ് ജസ്റ്റ് ഹെഡിങ് മാത്രം വായിച്ചാൽ മതി. അപ്പം ഇന്ത്യയിലെ PMസിന്റെ ഡ്യൂറേഷൻ ജസ്റ്റ് നോക്കി വെക്കുക. ലോങ്സ്റ്റ് സെർവിംഗ് PM ആരാണ്, സെക്കൻഡ് ലോങ്സ്റ്റ് സെർവിംഗ് PM ആരാണ്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ,
മൂവിങ് ഓൺ. ഇവിടെ അതുപോലെ നമ്മൾ നേരത്തെ CID കാര്യം പറഞ്ഞു, അതുപോലെ ഇവിടെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് പറഞ്ഞു. CBI കുറിച്ച് ഒന്ന് വായിച്ചു നോക്കുക. CBIയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റി എന്താണ്, എങ്ങനെയാണ് അത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്, ഈ കാര്യങ്ങൾ നോക്കുക. അതുപോലെ കുക്കി ഹോസ്റ്റേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. മണിപ്പൂരിൽ ആക്ച്വലി ഒരു എത്നിക് കോൺഫ്ലിക്റ്റ് ഉണ്ട്. IR നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഇപ്പൊ അത് വായിക്കാൻ പോകണ്ട, വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. IR പഠിച്ചു കഴിഞ്ഞ ശേഷം വായിച്ചാൽ മതി. ഓക്കെ, മൂവിങ് ഓൺ. ഇവിടെ കോൺഗ്രസ് അറ്റാക്ക് സെന്റർ ഓവർ കട്ടിൽ ഉജ്ജ്വല സ്കീംസ് LPG റീഫിൽസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന? ഉജ്ജ്വല യോജന എന്താണ്? 10-12 വർഷം മുമ്പുള്ള സ്കീമാണ്. അപ്പം അതിനെക്കുറിച്ച് ജസ്റ്റ് നോക്കി നോക്കുക. ഇടയ്ക്ക് ഇങ്ങനെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോൺ ആയിട്ടുള്ള സ്കീമുകളെ കുറിച്ച് UPSC ചോദിക്കാറുണ്ട്. അതോടെ ബന്ധപ്പെട്ട അപ്ഡേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും അലിഗേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് UPSC ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയെ കുറിച്ച് ഒന്ന് വായിച്ചു നോക്കുക. വളരെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഉജ്ജ്വല യോജന എന്താണ്, ഏത് മിനിസ്ട്രി അണ്ടറിലാണ് വരുന്നത്, ആർക്കൊക്കെയാണ് അതിന്റെ ബെനഫിറ്റ്സ് കാറ്ററി ചെയ്യുന്നത്, പിന്നെ ഇന്ത്യ മൊത്തം കവേർഡ് ആണോ, എല്ലാ സ്റ്റേറ്റും ഇൻക്ലൂഡഡ് ആണോ, അതിന്റെ ഫണ്ടിങ് എങ്ങനെയാണ്, സെൻട്രൽ സെക്ടർ ആണോ, സെൻട്രൽ സ്പോൺസർ ആണോ, അത് വേറെ രീതിയിലുള്ള ഒരു സ്കീമാണോ, ഈ കാര്യങ്ങളൊക്കെ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നോക്കി വെക്കുക. ഓക്കെ, മൂവിങ് ഓൺ. ഇവിടെ സോജില ടണലിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം സോജില ടണൽ വേൾഡ്സ് ലോങ്സ്റ്റ് സിംഗിൾ ട്യൂബ് ബൈ ഡയറക്ഷണൽ റോഡ് ടണൽ അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 11,570 feet ആണ്. അപ്പം സോജില ടണൽ ഏതൊക്കെ റീജിയൻസിനാണ് കണക്ട് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, ജസ്റ്റ് മാപ്പിൽ ഒന്ന് ലൊക്കേറ്റ് ചെയ്യുക. വേണമെങ്കിൽ അതിനടുത്തൂടെ പോകുന്ന റിവേഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കി വെക്കുക. അതുപോലെ ഡാറ്റാ സെന്റേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഈ ഡാറ്റാ സെന്റർ, എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ്? പ്രിലിംസിന് മെയിൻസ് പെർസ്പെക്റ്റീവ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇന്ത്യ ഈ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ടിൽ ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യം, ഇന്ത്യയിലുള്ള ഡാറ്റ ഇന്ത്യയിൽ തന്നെ സ്റ്റോർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഡാറ്റ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഡാറ്റ ലോക്കലൈസേഷൻ, ആ ടേം ആണ് ഇമ്പോർട്ടന്റ്. ഡാറ്റ ലോക്കലൈസേഷൻ, ആ ടേം വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്താണ് ഈ ഡാറ്റ ലോക്കലൈസേഷൻ എന്നുള്ളത്? ഡാറ്റ ലോക്കലൈസേഷൻ, ഇത് നിങ്ങൾക്ക് മെയിൻസിനൊക്കെ ആവശ്യമുള്ള ടേമാണ്, ഡാറ്റ ലോക്കലൈസേഷൻ. സോ വാട്ട് ഈസ് ഡാറ്റ ലോക്കലൈസേഷൻ ആൻഡ് why it is important? കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. വാട്ട് ഈസ് ഡാറ്റ ലോക്കലൈസേഷൻ, വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഈ രണ്ട് കാര്യങ്ങളും നോക്കി വെക്കുക. അതുപോലെ ഇവിടെ ക്ലൈമറ്റ് ഫിനാൻസിനെ കുറിച്ച് പറഞ്ഞത്. എന്താണ് ഈ ക്ലൈമറ്റ് ഫിനാൻസ്? ക്ലൈമറ്റ് ഫിനാൻസ് ഏത് കോണ്ടസ്റ്റിലാണ് വരുന്നത്, പിന്നെ ക്ലൈമറ്റ് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ചലഞ്ചസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളും പ്രിലിംസിന് വേണ്ടി നോക്കി വെക്കുക. മെയിൻസിന് യൂസ്ഫുൾ ആവുന്ന കാര്യമാണ് ക്ലൈമറ്റ് ഫിനാൻസ്. അപ്പൊ അത് നോക്കി വെക്കുക. എന്താണ് ക്ലൈമറ്റ് ഫിനാൻസ്, ഏത് കോണ്ടസ്റ്റിലാണ് വരുന്നത്, എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, മൂവിങ് ഓൺ. ഇവിടെ ഒരു ന്യൂസ് ഉണ്ട്. TCS ടു ഹാവ് ആസ് മെനി ഏജൻസ് ആസ് ഹ്യൂമൻ സ്റ്റാഫ് ഇൻ 3 years. ഇത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിനൊക്കെയുള്ള മെയിൻസ് പെർസ്പെക്റ്റീവിൽ ആവശ്യമുള്ള കാര്യമാണ്. അപ്പം ഇത് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി, വായിക്കണം എന്നില്ല. ഓക്കെ, അപ്പം എന്താണ് ഈ പറയുന്ന TCSനെ കുറിച്ച് പറയുന്നുണ്ട്. ഏജൻസ് ഓൾമോസ്റ്റ് ഹ്യൂമൻ സ്റ്റാഫിന്റെ അത്രയും വരുന്ന പറഞ്ഞു. ഇപ്പം ഇത് സൂചിപ്പിക്കുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു ലേബർ ക്രൈസിസിനെ കുറിച്ചാണ്. പല മേഖലയിലും ഇപ്പൊ ഉയർത്തുന്ന ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെ, ഒപ്പം തന്നെ ത്രെറ്റ് എന്ന് പറഞ്ഞ് പലർക്കും ജോബ് ലോസ് ആണ്. ഇപ്പൊ US ലുള്ള പല കമ്പനികളും അവരുടെ പല സിസ്റ്റംസും AI ഓട്ടോമേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കിപ്പം ഹ്യൂമൻ മാൻ പവർ ഉപയോഗിക്കുന്ന കുറയുന്നുണ്ട്. അപ്പം അതിന്റെ പോസിറ്റീവ് സൈഡ് മീൻസ് അതിന്റെ എഫിഷ്യൻസി കൂടുന്നുണ്ട്, എറർ കുറയുന്നുണ്ട്. ഇതൊക്കെ പോസിറ്റീവ് സൈഡാണ്. പക്ഷെ നെഗറ്റീവ് സൈഡ് അത് ജോബ് ലോസ്, അൺഎംപ്ലോയ്മെന്റ് കൂട്ടുന്നു, ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഹെഡിങ് ആണ്. അപ്പം നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് കോട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, TCS ഡിസൈഡഡ് ടു equalize the number of agents with the human staff, okay, within the span of just 3 years. Okay, within 3 years എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഉയർത്തുന്നത് ഇപ്പം അൺഎംപ്ലോയ്മെന്റ് റേറ്റിനെ എത്രത്തിൽ ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്, ആ രീതിയിലൊരു ചോദ്യങ്ങളൊക്കെ മെയിൻസിന് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, മൂവിങ് ഓൺ. അതുപോലെ ഇവിടെ ഉണ്ട് സെപ്റ്റോ ഫൈൽസ് 8,000 crore IPO പേപ്പർ ലോസ് വൈഡൻസ് Q4 എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, എക്കണോമിയിൽ വരുന്ന ടേമാണ്. ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്താണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിലൂടെ ഉദ്ദേശിക്കുന്നത്? ഒരു കമ്പനി ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എപ്പോഴാണ് ചെയ്യുന്നത്, എല്ലാ കമ്പനികൾക്കും ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ, ആരാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിനുള്ള പെർമിഷൻ നൽകുന്നത്, അല്ലെങ്കിൽ എന്ത് ക്രൈറ്റീരിയ, ആരാണ് ആ ക്രൈറ്റീരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിലിംസിന് വേണ്ടി നോക്കി വെക്കുക. ഓക്കെ,
മൂവിങ് ഓൺ, ഇവിടെ എബോള ഔട്ട് ബ്രേക്ക് വരുന്നുണ്ട്. അപ്പൊ എന്താണ് എബോള? എബോള ഓൾറെഡി UPSC 2017 ചോദിച്ചാണ്. അപ്പൊ ഇനി ചോദിക്കാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ സാധ്യത. എന്താണ് എബോള ഡിസീസ്, അതിന്റെ പാത്തോജൻ ഏതാണ്, അത് ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിറ്റ് ചെയ്യോ, ഹ്യൂമൻ ടു ആനിമൽ ട്രാൻസ്മിറ്റ് ചെയ്യോ, ആനിമൽ ടു ഹ്യൂമൻ ട്രാൻസ്മിറ്റ് ചെയ്യോ, അതിന് വാക്സിൻ ഉണ്ടോ, സെക്ഷലി ട്രാൻസ്മിറ്റ് ചെയ്യോ, ബോഡി ഫ്ലൂയിഡ് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കി വെക്കാം. ഓക്കെ, ഇവിടെ നേരത്തെ നമ്മൾ എഡിറ്റോറിയൽ കണ്ട അതിനെക്കുറിച്ച് തന്നെ ആന്ത്രോപിക്കിന്റെ ഡബ്ഡ് ഫാബിൾ 5 കുറിച്ച് പറയുന്നുണ്ട്. ആന്ത്രോപിക് ഓപ്പൺസ് മോസ്റ്റ് പവർഫുൾ എ മോഡൽ ടു പബ്ലിക് വിത്ത് സേഫ് ഗാർഡ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതും ജസ്റ്റ് നോട്ട്സ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ന്യൂസ് പേപ്പർ നോക്കാനുള്ളത്. സ്പോർട്സ് പേജ് നിങ്ങൾ വായിക്കണമെന്നില്ല, ജസ്റ്റ് നോക്കി വെച്ചാൽ മതി, വായിക്കണമെന്നില്ല. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.